ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പനും മക്കളും എല്ലാവരും കൂടി ഗ്ലാസ് ഒക്കെ ഇട്ടിട്ട് സെറ്റായിട്ടിരിക്കുകയാണ്. അപ്പം ഞങ്ങളുടെ ഇന്നത്തെ സൺഡേ വ്ളോഗിന് ഞങ്ങൾ ഇന്ന് കോയമ്പത്തൂർ വരെ പോവുകയാണ്. അപ്പം എന്തിനാ പോകുന്നത്, എവിടെയാണ് പോകുന്നത്, അവിടെ ചെന്നിട്ട് ഞങ്ങൾ ബാക്കി വിശേഷങ്ങളെല്ലാം കാണിക്കുന്നതാണ്. അപ്പം ഞങ്ങൾ 8 മണിക്ക് ഇറങ്ങണമെന്നാണ് വിചാരിച്ചത്. ഇപ്പം തന്നെ 8:40 ഭയങ്കര തിരക്കാണ്. ഞങ്ങൾ മേട്ടുപ്പാളയം വഴിയാണ് പോകുന്നത്. ഹായ് പറഞ്ഞേ ബി. സോ നമുക്ക് ബാക്കി വിശേഷങ്ങൾ വീഡിയോയിൽ കാണാം. അങ്ങനെ ബർലിയാർ എത്തിയപ്പോൾ ഞങ്ങൾ ചായ കുടിക്കാൻ ഇറങ്ങി. അവിടെയാണെങ്കിൽ ചൂട് കായ് ബജി ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾക്ക് വേണ്ടി ഇച്ചായൻ കായ് ബജി മേടിച്ചു. ഇച്ചായനാണെങ്കിൽ മുളക് ബജിയാണ് കഴിച്ചത്. ബർലിയാർ ആണെങ്കിൽ ഭയങ്കര തിരക്കായിരുന്നു. ബസ്സൊക്കെ വന്ന് നിൽപ്പുണ്ടായിരുന്നു. ഞങ്ങൾ കോയമ്പത്തൂർ പീലമേട് വഴിയാണ് പോകുന്നത്. ഇതാണെങ്കിൽ എയർപോർട്ട് റോഡും കൂടിയാണ്. നിങ്ങൾ വിചാരിക്കും ഞങ്ങൾ എയർപോർട്ടിലേക്കാണ് പോകുന്നത്. അല്ല, എയർപോർട്ടിലൊന്നും അല്ല ഞങ്ങൾ പോകുന്നത്. ഞങ്ങൾ പോയ വഴിയാണെങ്കിൽ അടിപൊളി വഴിയായിരുന്നു. ഫുള്ള് ഗ്രാമമായിരുന്നു അവിടെ എല്ലാം. അവിടെയാണെങ്കിൽ ചുറ്റും പച്ചപ്പായിരുന്നു. കാണാൻ തന്നെ ഭയങ്കര ഭംഗിയായിരുന്നു. പിന്നെ കാണുന്ന എല്ലായിടത്തും കൃഷി ചെയ്തിരിക്കുകയാണ്. എന്നിട്ട് അതിലുണ്ടാവുന്ന ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഇവരാണെങ്കിൽ ഒരു ഷീറ്റ് ഇട്ടിട്ടാണെങ്കിൽ ഇവർ സെയിൽ ചെയ്യുന്നത്. അപ്പം ഞങ്ങൾ പൊയ്ക്കൊണ്ടിരുന്നപ്പോഴാണ് നല്ല ഫ്രഷ് നേന്ത്രപ്പഴം കണ്ടത്. അങ്ങനെ അപ്പം ഇച്ചായൻ പറഞ്ഞു നമ്മൾ തിരിച്ച് ഈ റൂട്ടിലേക്കാണ് വരുന്നതെങ്കിൽ നമുക്ക് മേടിക്കാമെന്ന് പറഞ്ഞു. പിന്നെ ഞങ്ങൾ കരിയാപ്പില തോട്ടം കണ്ടു. ഇവിടെ നിൽക്കുന്ന ഈ കരിയാപ്പില ആണെങ്കിൽ ഇത്രയും ഹൈറ്റിലേ വളരുള്ളൂ. അങ്ങനെ ഞങ്ങൾ അവിടുത്തെ മനോഹരമായ പ്രകൃതിയ കാഴ്ചകളൊക്കെ കണ്ടിട്ട് ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ കൊടീസിയ ഗ്രൗണ്ടിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇത് എയർപോർട്ടിന്റെ അടുത്താണ് ഈ ഗ്രൗണ്ട് ഉള്ളത്. ഇവിടെ ഞങ്ങൾ ഇന്ന് വരാൻ കാരണം ഇവിടെ ഒരു എക്സ്പോ നടക്കുന്നുണ്ട്, ഓഷ്യൻ എക്സ്പോ. ഈ എക്സ്പോ ആണെങ്കിൽ June 14 സ്റ്റാർട്ട് ചെയ്തത്. അടുത്ത മാസം July 20 വരെ ഈ എക്സ്പോ ഉണ്ട്. ആർക്കെങ്കിലും കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ ഇതിന്റെ ലൊക്കേഷൻ ഡിസ്ക്രിപ്ഷനിൽ മെൻഷൻ ചെയ്തേക്കാം. 150 rupees ആണ് ടിക്കറ്റ് ചാർജ്. ഈ എക്സ്പോ ആണെങ്കിൽ കാണാൻ മാത്രം തന്നെ ഉണ്ട്. കുട്ടികൾക്കായാലും വലിയവർക്കായാലും എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി അത്യാവശ്യം സംഭവങ്ങൾ അവിടെ ഉണ്ട്. ഈ എക്സ്പോ ആണെങ്കിൽ സ്റ്റാർട്ട് ചെയ്യുന്നത് 11 മണിക്കാണ്. രാത്രി 9 മണി വരെ ഉണ്ട്. ഞങ്ങൾ അവിടെ എത്തിയപ്പം 12 മണിയായി. അത്യാവശ്യം വലിയ പാർക്കിംഗ് ആണ്. എത്ര വണ്ടികൾ വന്നാലും പാർക്ക് ചെയ്യാൻ പറ്റും. ഈ എക്സ്പോ ആണെങ്കിൽ ഒരു ഗ്രൗണ്ടിലാണ് നടത്തുന്നത്. അതുകൊണ്ട് ഭയങ്കര കാറ്റും പൊടിയുമാണ്. ഞങ്ങൾ ചെന്നപ്പം എൻട്രൻസിൽ ഒരു വലിയ ഓക്ടോപ്പസിനെ വെച്ചിട്ടുണ്ടായിരുന്നു. അത് കാണാൻ തന്നെ ഭയങ്കര ഭംഗിയായിരുന്നു. പിന്നെ ഞങ്ങൾ അവിടെ കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു. നമ്മൾ എൻട്രി ചെയ്യുന്നതിൻ്റെ അല്ല, എക്സിറ്റ് വേറെ വഴിയാണ്. അപ്പോൾ ഞങ്ങൾ പിന്നെ ഭയങ്കര തിരക്കുമായിരുന്നു. എന്തായാലും ഞങ്ങൾ കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു. കയറി ചെല്ലുമ്പോൾ തന്നെ വെറൈറ്റി കളർഫുൾ ബേർഡ്സ് ഒക്കെ ഉണ്ടായിരുന്നു. ഒരു ബേർഡ് പാർക്കിൽ വിസിറ്റ് ചെയ്യുമ്പോൾ എങ്ങനെ ഉണ്ടാവും അതുപോലെയായിരുന്നു. അങ്ങനെയായിരുന്നു അവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. വേറെ ട്രീസ് ഒക്കെ സെറ്റ് ചെയ്തിട്ടാണെങ്കിൽ വെറൈറ്റി ടൈപ്സ് ഓഫ് ബേർഡ്സ് ഒക്കെ ഉണ്ടായിരുന്നു. കിളികളൊക്കെ ആണെങ്കിൽ നമ്മുടെ തലയുടെ മുകളിൽ കൂടെയായിരുന്നു പറന്നു പൊക്കോണ്ടിരുന്നത്. ഒരു പോയിന്റിൽ ഞങ്ങൾ നോക്കിയപ്പോൾ ഭയങ്കര തിരക്കാണ്. അവിടെ ചെന്ന് നോക്കിയപ്പോഴാണ് അവിടെ ഇഗ്വാന, പാമ്പ്, അതുപോലെ മെക്കാവും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ നമ്മുടെ കയ്യിലും നമ്മുടെ ഷോൾഡറിലൊക്കെ വെച്ച് തരുമായിരുന്നു. പിന്നെ അതിന് എൻട്രി ടിക്കറ്റ് വേറെയാണ്. അങ്ങനെ ടിക്കറ്റ് ഞങ്ങൾ എടുത്തിട്ട് ഇച്ചായനകത്തേക്ക് കയറി. ഇച്ചായനാണെങ്കിൽ മെക്കാവും പാമ്പിനെയൊക്കെ കഴുത്തിലും ഷോൾഡറിലും ഒക്കെ വെച്ചു. ഇച്ചൂട്ടനാണെങ്കിൽ മെക്കാവിന് ഉമ്മ കൊടുത്തു. പക്ഷെ അത് പെട്ടെന്ന് ക്യാപ്ചർ ചെയ്യാൻ പറ്റിയില്ല ഞങ്ങൾക്ക് വീഡിയോയിൽ. കുട്ടൻ്റെ കഴുത്തേലും പാമ്പൊക്കെ വെച്ചു. എന്തായാലും എബിക്കുട്ടനും ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു. എക്സ്പോ കാണാൻ കുറേ ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു. ഭയങ്കര തിരക്കായിരുന്നു അവിടെ. പിന്നെ അടുത്ത് ഞങ്ങൾ പോയത് ആർട്ടിഫിഷ്യൽ ഫ്ലവർ ഗാർഡൻ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഭയങ്കര ഭംഗിയായിരുന്നു അതൊക്കെ കാണാൻ. അവിടെ ആണെങ്കിൽ ഹണി ബി ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അത് കാണാൻ തന്നെ ഭയങ്കര ഒറിജിനാലിറ്റി ആയിരുന്നു. അതൊക്കെ കണ്ടു കഴിഞ്ഞിട്ടാണ് പിന്നെ അടുത്തത് ഞങ്ങൾ കണ്ടതാണ് റോബോട്ട് ഡോഗിനെ കണ്ടു കഴിഞ്ഞപ്പോൾ 2 പേർക്കും ഭയങ്കര പേടിയായിരുന്നു. പിന്നെ ഇച്ചൂട്ടനെ ഇച്ചായനെ എടുത്തിരിക്കുമായിരുന്നു, എബിക്കുട്ടനെ ഞാൻ എടുക്കുമായിരുന്നു. ഇത്രയും കണ്ടു കഴിഞ്ഞപ്പോൾ തന്നെ ഞങ്ങൾ ആകെ ടയേർഡായി. ഇനിയും കാണാൻ കുറേ ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ഞങ്ങളൊരു ഐസ്ക്രീം കൗണ്ടർ കണ്ടു കഴിഞ്ഞപ്പോൾ ഞങ്ങളൊരു ഐസ്ക്രീം മേടിച്ചത്. ഇച്ചായനാണെങ്കിൽ ഐസ്ക്രീമിനോട് വലിയ താല്പര്യമില്ല. അവിടെയാണെങ്കിൽ പിസ്ത ഫ്ലേവർ ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ പിന്നെ ഡിലൈറ്റ് ഐസ്ക്രീമാണ് മേടിച്ചത്. എനിക്കാണെങ്കിൽ അതിൻ്റെ ഫ്ലേവർ ആണെങ്കിൽ വലിയതായിട്ട് ഇഷ്ടപ്പെട്ടില്ല. ഏബിക്കുട്ടന് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇച്ചൂട്ടനും അതിൻ്റെ ഫ്ലേവർ വലുതായിട്ട് ഇഷ്ടപ്പെട്ടില്ല. അതുകൊണ്ട് ഞങ്ങൾ ഒരു ഐസ്ക്രീമേ മേടിച്ചുള്ളൂ. നിങ്ങൾ പൈററ്റ്സ് ഓഫ് ദി കരേബിയൻ ഇംഗ്ലീഷ് മൂവി കണ്ടിട്ടുണ്ടോ? അതുപോലത്തെ ഒരു പായക്കപ്പിലാണ് അവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. കാണാൻ ഭയങ്കര ഭംഗിയായിരുന്നു.
അങ്ങനെ ഞങ്ങൾ പിന്നെ ബോട്ടിൻ്റെ മുകളിൽ കയറി കഴിഞ്ഞിട്ട് സെയിൽ ചെയ്യുന്ന പോലെ ആക്ട് ചെയ്യായിരുന്നു. അപ്പോഴാണ് എബിക്കുട്ടൻ്റെ ശ്രദ്ധയിൽ ഒരു ബൈനോക്ലിയർ കണ്ടത്. ആ ബൈനോക്ലിയറിൻ്റെ അകത്തിൽ കൂടെ നോക്കിയിട്ട് എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ അടുത്തത് കണ്ടതാണ് മെർമെയ്ഡിൻ്റെ ഷോ. മ്യൂസിക് ഒക്കെ പ്ലേ ചെയ്തിട്ടുണ്ടായിരുന്നു. അലോങ് വിത്ത് ദ മ്യൂസിക് അണ്ടർ വാട്ടറിൽ സ്വിം ചെയ്യുന്നുണ്ടായിരുന്നു. അതുപോലെ വെറൈറ്റി സ്റ്റൺസ് ഒക്കെ ഉണ്ടായിരുന്നു. ഭയങ്കര ഗ്രേസ്ഫുൾ മൂവ്മെന്റ് ആയിരുന്നു. മെർമെയ്ഡ് ആണെങ്കിൽ ഓഡിയൻസ് ആയിട്ട് ഭയങ്കരമായിട്ട് ഇന്ററാക്ട് ചെയ്യുമായിരുന്നു. കുട്ടികൾക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ കുറെ ലവ് സിമ്പിളും ഫ്ലൈങ് കിസും ഒക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു. ഇത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ അടുത്തത് കണ്ടതാണ് അക്വേറിയം. അക്വേറിയം ആണെങ്കിൽ കാണാൻ മാത്രം തന്നെ ഉണ്ട്. വെറൈറ്റി ടൈപ്സ് ഓഫ് ഫിഷസ് ഒക്കെ ഉണ്ടായിരുന്നു. എബിക്കുട്ടനും വിച്ചിട്ടുവിനും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അക്വേറിയം ഒക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ തന്നെ ആകെ ടയർഡായി. അതിൻ്റെ കൂടെ ഭയങ്കര ചൂടുമായിരുന്നു. ഞങ്ങൾ വിചാരിച്ചു ഇതോടെ കഴിഞ്ഞു കാണും. ഇല്ല, ഇനിയും തുടങ്ങിയിട്ടേ ഉള്ളൂ. നോക്കിക്കഴിഞ്ഞപ്പം സ്റ്റോളിൻ്റെ സെക്ഷൻസ് എല്ലാം തുടങ്ങി. വെറൈറ്റി ടൈപ്സ് ഓഫ് സ്റ്റോളുകളൊക്കെ ഉണ്ടായിരുന്നു അവിടെ. ഞങ്ങളാണെങ്കിൽ സ്റ്റോൾ വിസിറ്റ് ചെയ്യുമ്പോൾ ഞങ്ങൾ ഒരു കാര്യം ശ്രദ്ധിച്ചു. എല്ലാ സ്റ്റോളിലെ സെയിൽസ് പേഴ്സൺസ് എല്ലാവരും മലയാളീസ് ആയിരുന്നു. 2-3 സ്റ്റോളിലേ ഉള്ളൂ തമിഴിയൻസിനെ കണ്ടത്. പിന്നെ ഒരു അച്ചാർ വിൽക്കുന്ന സ്റ്റോളിലാണ് ഹിന്ദിക്കാരെ കണ്ടത്. ബാക്കി എല്ലാം മലയാളീസ് ആയിരുന്നു. ഞങ്ങൾ ഓരോ സ്റ്റോൾ ഇങ്ങനെ നടന്ന് കാണുമ്പം ഈ ടോട്ടോയ്സ് നടക്കുന്ന പോലെയായിരുന്നു ഞങ്ങൾ നടന്നു പോയിക്കൊണ്ടിരുന്നത്. അതുപോലെ ഗംഭീര തിരക്കായിരുന്നു. ഞങ്ങൾ പിന്നെ ഒരു ബാഗിൻ്റെ സ്റ്റോൾ കണ്ടു. അവിടെയാണെങ്കിൽ വെറൈറ്റി ടൈപ്സ് ഓഫ് ബാഗൊക്കെ ഉണ്ട്. അപ്പം ഞങ്ങളത് നോക്കിക്കൊണ്ടിരുന്നപ്പോൾ എബിക്കുട്ടനെ കാണുന്നില്ല. നോക്കിയപ്പോൾ എന്താ ഒരു ട്രോളിയും പിടിച്ചിട്ട് അവിടെ നിൽപ്പുണ്ടായിരുന്നു. എന്നിട്ട് ഡാഡോടെ അവൻ പറയാം അത് കൊണ്ടുപോയാലോ എന്ന്. എന്നിട്ട് ഇച്ചായൻ പറഞ്ഞു അത് സെയിലിനല്ല എന്നും പറഞ്ഞുകൊണ്ട് അവിടെ വെപ്പിച്ചിട്ടാണ് തിരിച്ചു കൊണ്ടുവന്നവനെ. പിന്നെ അടുത്ത സ്റ്റോളായിരുന്നു ടോയ്സിൻ്റെ സ്റ്റോൾ കണ്ടപ്പോൾ തന്നെ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ എബിക്കുട്ടനോട് പറഞ്ഞത് ആ ടോയ്സിന് വേണ്ടി കരയാൻ പാടില്ല എന്ന്. എന്തായാലും ടോയ്സ് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് ആളുടെ വിധം എല്ലാം മാറി. പിന്നെ ടോയ്സ് ഒക്കെ മേടിച്ചു കൊടുത്തിട്ട് അവിടെ നിന്ന് വന്നത്. അടുത്ത ഞങ്ങൾ സ്റ്റോൾ കണ്ടത് ഒരു ഫർണിച്ചറിൻ്റെ സ്റ്റോളാണ്. അവിടെ ആണെങ്കിൽ ഒരു അടിപൊളി ഷെൽഫ് ഞാൻ കണ്ടു. അതാണെങ്കിൽ ഒരു ബോട്ടിൽ ഷേപ്പിന്റെ ഷെൽഫാണ്. ആ ഷെൽഫിന്റെ ഫിനിഷിങ് അടിപൊളിയായിരുന്നു. അതിന്റെ അടിയിലാണെങ്കിൽ ഒരു ഡ്രോയർ ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ കുറേ തുറക്കാൻ നോക്കി, പക്ഷെ അത് ലോക്കായിരുന്നു. പിന്നെ കൂടുതൽ ഞാൻ ബലം പിടിക്കാൻ പോയില്ല. അങ്ങനെ ഇതെല്ലാം കണ്ടു കഴിഞ്ഞിട്ട് ഫൈനലി ഞങ്ങൾ ഫുഡ് കോർട്ടിലേക്ക് എത്തി. ഞങ്ങൾക്കാണെങ്കിൽ ഫുഡ് കഴിക്കേണ്ട ടെൻഡൻസി ഒന്നും അല്ലായിരുന്നു. ഞങ്ങൾക്ക് വെള്ളം കുടിക്കേണ്ട ഒരു ടെൻഡൻസി ആയിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ ആദ്യം ജ്യൂസ് കടയിൽ പോയിട്ട് ഞങ്ങൾ ജ്യൂസാണ് കുടിച്ചത്. അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോയപ്പോഴാണ് മലബാർ അടുക്കള കണ്ടത്. അവിടെയാണെങ്കിൽ നാടൻ ഫുഡൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. ചോറും ചിക്കനും അതുപോലെ എൽശ്ശേരിയും പുൽശ്ശേരിയും ഒക്കെ ഉണ്ടായിരുന്നു. ഞാൻ അതൊക്കെ കൂട്ടിയിട്ടാണെങ്കിൽ കഴിക്കാമെന്ന് പ്രതീക്ഷയിൽ അങ്ങോട്ട് പോയപ്പോഴാണ് അറിഞ്ഞത് ഈ ചോറും എൽശ്ശേരിയും പുൽശ്ശേരിയും ഈ ചിക്കൻ കറിയും ഒക്കെ അത് അവിടുത്തെ സെയിൽസ് പേഴ്സണാണ്. നമുക്കുള്ളത് ഗീ റൈസും കപ്പയും ചിക്കൻ കറിയും മാത്രമേ ഉള്ളൂ. പിന്നെ ഞങ്ങൾ ഉള്ളതും കൊണ്ട് ഗീ റൈസും കപ്പയും ചിക്കൻ കറിയും മേടിച്ച് കഴിച്ചു. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് ഇനിയാണ് റൈഡൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത്. ജയൻറ്റ് വീല്, പിന്നെ കുട്ടികൾക്ക് കളിക്കാൻ കുറേ ഐറ്റംസ് ഒക്കെ ഇവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ പോയിക്കൊണ്ടിരുന്നപ്പോഴാണ് മൂൺ വാക്ക് എന്ന് പറഞ്ഞൊരു സംഭവം കണ്ടത്. അതാണെങ്കിൽ കേരളാസ് ഫസ്റ്റ് സൂപ്പർ റിയാലിറ്റി ഡോമാണ്. അത് കണ്ടപ്പോൾ ശരി ഒന്ന് കയറി നോക്കാമെന്ന് വിചാരിച്ചു. കയറിയപ്പോൾ സൂപ്പറായിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആ ഡോമിൻ്റെ എക്സ്പീരിയൻസ് എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് പിന്നെ എബിക്കുട്ടനാണെങ്കിൽ റൈഡ്സിൽ കയറണമെന്ന് പറഞ്ഞു. ഭയങ്കര വെയിലാണ്, അതുകൊണ്ട് ഞങ്ങൾ അവനെ ഒരു റൈഡിലും ഒന്നും കയറ്റാൻ പോയില്ല. ഞങ്ങളും ആകെ ടയേർഡായി. പിന്നെ റൈഡ്സ് ഒന്നും സ്റ്റാർട്ടായിട്ടില്ല, അതൊക്കെ വൈകുന്നേരം സ്റ്റാർട്ടാവുള്ളൂ. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ ഞങ്ങൾ 2 മണിയായി. അങ്ങനെ അപ്പം ഞങ്ങൾ വന്ന വഴി തന്നെയാണ് ഞങ്ങൾ തിരിച്ചും പോകുന്നത്. ഞാൻ നേരത്തെ വീഡിയോയിൽ പറഞ്ഞില്ലായിരുന്നു, ഇവിടെ ആണെങ്കിൽ ഈ ഗ്രാമത്തിൽ കൃഷി ചെയ്തിട്ട് അതാണ് അവർ സെയിൽ ചെയ്യുന്നത്. വെജിറ്റബിൾസും ഫ്രൂട്ട്സും ഒക്കെ സെയിൽ ചെയ്യുന്നത്. അപ്പം ഞങ്ങൾ അവിടെ നിർത്തിയിട്ട് നേന്ത്രപ്പഴം മേടിച്ചു എബിമോന്. അപ്പം ഞങ്ങളിത് മേടിച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞപ്പോൾ അതിൻ്റെ പുറകെ തന്നെ കണ്ടത് ടൊമാറ്റോയുടെ തോട്ടം കണ്ടു. അപ്പം ഞങ്ങൾ ആ പയ്യനോട് ചോദിച്ചപ്പോൾ ഇത് അവരുടെ തന്നെയാണ്. അതൊരു ലെവലായി കഴിയുമ്പോഴത്തേക്ക് ഇതും പറിച്ചിട്ട് അവർ സെയിൽ ചെയ്യും. അങ്ങനെ അതൊക്കെ മേടിച്ച് അതെല്ലാം കണ്ട് ഞങ്ങളിനി തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ്. ക്ലൈമറ്റൊക്കെ ആകെ മാറി തുടങ്ങി. അയ്യോ, വേറൊരു കാര്യം പറയാൻ മറന്നുപോയി. നമ്മൾ ഈ റൂട്ട് പോകുമ്പോൾ കുറേ ആണെങ്കിൽ ചെടിയുടെ നഴ്സറീസും കാണാം. അങ്ങനെ ഞങ്ങളുടെ ആണെങ്കിൽ വീട്ടിൽ 2 പോട്ട് കാലിയായിട്ട് ഇരിക്കുന്നുണ്ട്. അപ്പം ഞങ്ങൾ അവിടെ കയറിയിട്ടാണെങ്കിൽ 2 ചെടിയും മേടിച്ചു. എനിക്ക് പിന്നെ ചെടിയോട് വലിയ താല്പര്യമൊന്നുമില്ല. ആ താല്പര്യം എല്ലാം ഇച്ചായനാണ് കിട്ടിയിരിക്കുന്നത്. അങ്ങനെ ഇച്ചായനാണെങ്കിൽ നോക്കി സെലക്ട് ചെയ്തൊക്കെ എടുത്തു.
അവിടെയാണെങ്കിൽ വെറൈറ്റി ടൈപ്പ് ഓഫ് ചെടികളുണ്ട്, ഏതെടുക്കണമെന്ന് തന്നെ ഒരു ഡൗട്ടായിരുന്നു. കുറേ വെറൈറ്റി ടൈപ്പ് ഓഫ് റോസ് ഒക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾ ആദ്യം റോസ് എടുക്കാനായിരുന്നു പ്ലാന്. പിന്നെ ഞങ്ങളുടെ കുട്ടികൾക്ക് വികൃതി കുറച്ച് കുറവായതുകൊണ്ട് ഞങ്ങൾ റോസ് എടുക്കാൻ പോയില്ല. ഇല്ലെങ്കിൽ അത് അതിൻ്റെ മുള്ളിലോ ഒക്കെ ഒന്ന് പോയി തൊടും. അതുകൊണ്ട് ഞങ്ങൾ റോസൊന്നും എടുത്തില്ല. ഒരു സൈഡിൽ ഞാൻ നോക്കിയപ്പോൾ പച്ചമുളകൊക്കെ നിൽക്കുന്നുണ്ടായിരുന്നു, ഗ്രീനും റെഡും ഒക്കെ ഉണ്ടായിരുന്നു. കാണാൻ തന്നെ ഭയങ്കര ഭംഗിയായിരുന്നു. അങ്ങനെ ചെടിയൊക്കെ മേടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞപ്പം ഞങ്ങളാണെങ്കിൽ ഒരു ഫ്രൂട്ട്സ് കടയിൽ നിർത്തി. എബിക്കുട്ടന് ഇപ്പോൾ സ്കൂളിൽ ഫ്രൂട്ട്സ് കൊടുത്ത് വിടുന്നതുകൊണ്ട് അപ്പോൾ കുറച്ച് ഫ്രൂട്ട്സ് ഒക്കെ ഞങ്ങൾ മേടിച്ചു. ട്രെയില് ഊട്ടി സ്പെഷ്യലാ, ഊട്ടിക്കാർക്ക് പ്ലാസ്റ്റിക് അലൗഡ് അല്ലല്ലോ, ട്രേ അല്ലേ, അപ്പൊ ട്രേ ഒരു ട്രേ അങ്ങനെ കൊടുത്തു. അപ്പം ഈ ഫ്രൂട്ട്സ് എല്ലാം മേടിച്ചു എബിക്കുട്ടന് സ്കൂളിൽ കൊടുത്തു വിടാൻ. ജാമുനും മേടിച്ചു, ഞാവൽപ്പഴം, അത് ഇതിനകത്ത് എന്തായാലും കൊള്ളാം, ട്രേയിലെങ്കിൽ തന്നു. ശരി പോവാം. അങ്ങനെ ഞങ്ങൾ ഡിന്നർ കഴിക്കാൻ A2B റെസ്റ്റോറൻറ്റിലേക്ക് കയറി. എബിക്കുട്ടനാണെങ്കിൽ ദോശ മതി എന്ന് പറഞ്ഞു, അവൻ ദോശ ഓർഡർ കൊടുത്തു. ഞങ്ങൾ പൊറോട്ടയാണ് ഓർഡർ കൊടുത്തത്. ഇവിടെ ആണെങ്കിൽ പൊറോട്ടയുടെ കൂടെ നമ്മൾ ബിരിയാണിക്ക് യൂസ് ചെയ്യുന്ന സാലഡ് ഉണ്ടല്ലോ, അതാണ് തന്നത്. പൊളി ടേസ്റ്റ് ആയിരുന്നു ആ ഒരു കോമ്പിനേഷൻ. അങ്ങനെ പർച്ചേസിങ് എല്ലാം കഴിഞ്ഞു, എക്സ്പോ എല്ലാം കണ്ട് ഞങ്ങൾ ഫുഡും കഴിച്ചു. അപ്പം ഇന്നത്തെ വീഡിയോ ഇവിടെ തന്നെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പം ഇനി അടുത്ത പുതിയ ഇൻട്രസ്റ്റിംഗ് വീഡിയോ ആയിട്ട് വരുന്നവരെ ചിൽഡ്രൻ ബൈ.